അവരെവിടെ പോയി? അവർ ഞങ്ങളോടൊപ്പം സ്വർഗത്തിലില്ലാതെ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഈ സ്വർഗത്തിൽ അനുഗ്രഹങ്ങൾ ആസ്വദിക്കാൻ കഴിയുക? ഞങ്ങൾക്ക് അവരെ കാണണം എന്ന് പറയുമ്പോൾ അല്ലാഹു തആല പറയുമത്രേ, നരകത്തിൽ കിടക്കുന്ന ആ ആളുകളെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് മോചിപ്പിക്കാം. നിങ്ങൾക്ക് സ്വർഗത്തിലുള്ള നിങ്ങൾക്ക് നരകത്തിൽ പോയി കിടക്കുന്ന ആ ആളുകളെ നിങ്ങൾക്ക് മോചിപ്പിച്ചെടുക്കാൻ കഴിയും. നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാം, അവരൊക്കെ കൊണ്ടുവന്നോളൂ, നരകത്തിൽ നിന്ന് മോചിപ്പിച്ചോളൂ. കൂട്ടത്തിൽ വമൻ ജലസ മഅകും മജ്ലിസ ഇൽമിൻ വലൗ സഅത, ഒരു മണിക്കൂർ നേരമെങ്കിലും നിങ്ങളോടൊപ്പം ഇൽമിന്റെ മജ്ലിസിൽ നിങ്ങളോടൊപ്പം ഇരുന്ന ആളുകൾ, അവരെയും നിങ്ങൾക്ക് മോചിപ്പിക്കാം എന്ന് അല്ലാഹു പറയുമത്രേ. അങ്ങനെ വരികയാണെങ്കിൽ ഈ ആൾക്കൂട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും പരസ്പരം ഒന്ന് പരിചയപ്പെടുകയും ഒരു സൗഹൃദ ബന്ധമാക്കിയെടുക്കുകയും ആ സൗഹൃദ ബന്ധം ഒരുപക്ഷെ നാളെ അള്ളാഹുവിന്റെ ഖളാഇനാൽ വല്ലതും സംഭവിക്കുകയാണെങ്കിൽ രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിരിക്കും. മജ്ലിസുൽ ഇൽമിൽ ഒരു മണിക്കൂർ ഇരുന്ന ആൾക്ക് വരെ അല്ലാഹു തആല നരകമോചനം അവരുടെ സുഹൃത്തുക്കൾ വഴി നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുള്ളൊരു അവസരമാണ്. ഇനി നിങ്ങൾക്കൊരവസരം, കുറച്ച് നേരം ഇങ്ങനെ ബോറടിച്ചിരിക്കുന്നത്, അപ്പൊ എന്ത് ചെയ്യാ, ഒരു 1/2 മിനിറ്റ് സമയം നിങ്ങൾക്കാണ്. എന്തിനാന്ന് മനസ്സിലായല്ലോ? നിങ്ങളുടെ വലത് ഭാഗത്തും ഇടത് ഭാഗത്തും ഇരിക്കുന്ന ആള് ഇതാരാന്ന് അറിയില്ലെങ്കിൽ ഒരു സലാം പറഞ്ഞ് കൈപിടിച്ച് പേരും നാടും ചോദിച്ചൊന്ന് പരിചയപ്പെട്ടേക്ക്. നാളെ പരലോകത്ത് ഇതൊക്കെ ഉപകാരപ്പെട്ടേക്കും. പടച്ചോനെ, ആ പഴമള്ളൂർ വേദന പോയപ്പോൾ എൻ്റെ അടുത്തുണ്ടായിരുന്ന അബൂബക്കർക്കാണുള്ളത്, അല്ലെങ്കിൽ സുബൈർ ആണല്ലോ, അഹ്മദ് ആണല്ലോ എന്നൊക്കെ ഓർമ്മ വന്നാൽ ഒക്കെ രക്ഷപ്പെടാൻ കാരണമാണ്. അടുത്തിരിക്കുന്ന ആൾ ആരാന്ന് അറിയില്ല, 4 മണിക്കൂർ 3 മണിക്കൂർ ഒപ്പം ഇരുന്നിട്ട് എണീറ്റ് പോവാൻ. ആരെന്റെ വലത്തുണ്ടായത്, ആരെന്റെ ഇടത്തിരുന്നത് അറിയില്ലെങ്കിൽ വല്ലാത്ത മോശല്ലേ? ഇദൽ തഖൽ മുസ്ലിമു മുസ്ലിമൻ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കണ്ടുമുട്ടുകയും ഫസല്ലമ, അവര് സലാം പറയുകയും വതസാഫഹ, കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുകയും ചെയ്താൽ തനാസറത്ത് ദുനൂബുഹുമാ, അവർ രണ്ടുപേരുടെയും തെറ്റുകൾ ഇങ്ങനെ പൊഴിഞ്ഞു വീഴും, ഉണങ്ങിയ ഇല മരത്തിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്ന പോലെ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ സലാമിലൂടെ നിങ്ങളുടെ രണ്ടുപേരുടെയും എല്ലാ ചെറുദോഷങ്ങളും അല്ലാഹു തആല ഇല്ലാതെയാക്കി കളഞ്ഞു. അതൊരു വലിയ സൗഭാഗ്യമല്ലേ? നമ്മളതിന്റെ പുണ്യം മനസ്സിലാക്കി ചെയ്യുമ്പോൾ അതിന് കൂലി കൂടുതലാണ്. അല്ലാഹു തആല നമ്മളൊക്കെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വീടുകളിൽ നന്മ വിളയണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ വീടുകൾ മാതൃകാ വീടുകളാവണം എന്ന് ശഠിക്കേണ്ടവരാണ് ഒരു മുസ്ലിം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. അതീവ രഹസ്യമായിരുന്നു ആ സംഭവം. ആരും അറിയരുത് എന്ന നബി തങ്ങൾക്ക് നിശ്ചയമുണ്ടായിരുന്നു. സ്വഹാബികൾ ഓരോരുത്തരായി മദീനയിലേക്ക് നടന്നു കഴിഞ്ഞു ദിവസങ്ങൾക്ക് മുമ്പേ. ഇനി മക്കയിൽ ബാക്കിയുള്ളത് 3 പേരാണ് പ്രധാനികളിൽ. ഒന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റേത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മൂന്നാമത്തേത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു. ഇവരെ ഇനി ബാക്കിയുള്ളൂ. പിന്നെ കുറച്ച് രോഗികളും പെണ്ണുങ്ങളും, എല്ലാത്തവരൊക്കെ പോയി കഴിഞ്ഞു. അള്ളാഹുവിന്റെ വഹി വരുന്ന നബിയെ മദീനയിലേക്ക് പോയേക്കുക. ആ നിർദ്ദേശം വരാൻ കാത്തിരിക്കുകയായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിർദ്ദേശം വരുന്നു അള്ളാഹുവിന്റെ. നേരെ പോകുന്നത് അത് രഹസ്യമായ ഈ വിവരം, വളരെ ഹൈലി സീക്രറ്റ് ആൻഡ് കോൺഫിഡൻഷ്യൽ, ഒരിക്കലും ആരും അറിഞ്ഞു പോവാൻ പാടില്ലാത്ത വളരെ സ്വകാര്യത വേണ്ട ഒരു വിഷയമാണ്. അത് കൈമാറാൻ ഉച്ചനേരം, നട്ടുച്ച നേരത്ത് മുത്തുനബി തങ്ങൾ നടന്നു പോകുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരൻ, 60 വർഷത്തെ ഹബീബിന്റെ കൂട്ടുകാരൻ, 61 കൊല്ലത്തെ കൂട്ടുകാരൻ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 61 കൊല്ലൊക്കെ ഒരാളെ ഫ്രണ്ടായി കൊണ്ടുനടക്കാൻ കഴിയുമോ? അതൊരു വലിയ വിഷയമാണ് അല്ലേ? സ്വന്തം കുടുംബക്കാർ തെറ്റുന്ന മനുഷ്യന്മാരാണ് ഇപ്പോഴത്തെ കാലം. സ്വന്തം കുടുംബക്കാർ, ബന്ധുക്കളാണ്, അല്ലെങ്കിൽ സുഹൃത്തുക്കളാണ്. ഒരു 10 കൊല്ലം 8 കൊല്ലം പിന്നെ ആ ഫ്രണ്ട്ഷിപ്പ് അങ്ങ് കട്ട് ചെയ്ത് കളയാണ്. എന്തെങ്കിലും ചെറിയ കുഴപ്പമില്ലാത്തൊരു വല്ലവരുണ്ടോ? ഏത് മനുഷ്യനാ ഒരു തെറ്റില്ലാത്തത്? ഒരു തെറ്റിന്റെ പേരാണ് പിണങ്ങാണോ? ഒരു തെറ്റ് മാത്രം നോക്കി എത്രയോ നന്മകൾ ഉണ്ടാവില്ലേ സുഹൃത്തുക്കളുടെ? ഒരുപാട് നന്മകൾ
അതൊന്നും കാണണ്ട, ഞാൻ ആ തെറ്റ് മാത്രമേ കാണുള്ളൂ. ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പാടുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ ഏത് മനുഷ്യരെയാണ് നമ്മൾ ഈ ഭൂമിയിൽ അംഗീകരിക്കുക? എല്ലാവരും തെറ്റുകാരല്ലേ? 61 കൊല്ലം സുഹൃത്തായി കൊണ്ടു നടന്നു മഹാനായ സിദ്ദീഖ് തങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 63 കൊല്ലം. ആ കൂട്ടുകാരന്റെ മോളാണ് മുത്തുനബിയുടെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. അതൊരു ഉച്ചമയക്കത്തിന്റെ സമയമാണ്, ഖൈലൂലത്തിന്റെ സമയം എന്ന് പറയും. ഒരൽപ്പം ഉറങ്ങുന്ന, വിശ്രമിക്കുന്ന സമയം. മുത്തുനബി തങ്ങൾ വീട്ടിലേക്ക് വന്നു, വാതിൽക്കൽ മുട്ടി. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാതിൽ പഴുതിലൂടെ നോക്കുമ്പോ ആരാ ഈ നേരത്ത്? പാതിര നേരത്ത് അങ്ങനെ ആരും വരില്ലല്ലോ. അതുപോലെ നട്ടുച്ച നേരത്തും അങ്ങനെ ആരെയും ബുദ്ധിമുട്ടാക്കില്ലെന്ന് അന്നത്തെ രീതി അങ്ങനെയാണ്. ഉച്ച കഴിഞ്ഞാൽ ഗൾഫിലൊക്കെ കാണില്ലേ, ഉച്ച നേരത്ത് ഒരു ഷോപ്പൊക്കെ അടച്ചിട്ടിട്ട് ഒരു അസറോട് കൂടെ തുറക്കുക, ഒരു വിശ്രമത്തിന്റെ സമയമാണ്. നിങ്ങളൊക്കെ ഒന്ന് വസ്ത്രക്കൊന്ന് മാറി ഒന്ന് വിശ്രമിക്കുന്ന സമയം എന്ന് ഖുർആൻ പറഞ്ഞ ഔറാത്തും വളരെ സ്വകാര്യതയുടെ സമയമാണെന്നാണ്. പാതിരാക്ക് അങ്ങനെ ആരും വാതിൽക്ക് വന്ന് മുട്ടില്ലല്ലോ. അങ്ങനെയാണ്. മഹാനായ മർഹൂം കണ്യാല മൗല അവറുകൾ റഹ്മത്തുള്ളാഹി അലൈഹി, അവരുടെ വീട്ടിലേക്ക് പണ്ടാരോ പാതിരാ സമയത്ത് വാതിൽക്കൽ വന്ന് മുട്ടിയ ഒരു ചരിത്രം. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മഹാനായ പാണക്കാട് സയ്യിദ് നാസർ ഹൈ ശിഹാബ് തങ്ങൾ അവറുകൾ തങ്ങളുമായി സംസാരിച്ചപ്പോൾ, ഇപ്പോൾ ഒരു 7 മണി സമയം, ഇന്ന് തങ്ങളവറുകൾ അനുഭവം പറഞ്ഞു. അന്നൊരു പണ്ഡിതൻ, ഒരു ഉസ്താദ് മൗലയെ കാണാൻ വേണ്ടി വന്നു. രാത്രി നേരം വാതിൽക്കൽ വന്ന് മുട്ടി. മഹാനായ മൗല അവറുകൾ തങ്ങളോട് നേരിട്ട് പറഞ്ഞ അനുഭവമെന്ന് തങ്ങൾ ഇന്ന് ഈ മഗ്‌രിബ് നിസ്കാരത്തിന്റെ ശേഷം എന്നോട് പറഞ്ഞു. അപ്പൊ മൗല വാതിൽ തുറന്നു കൊടുത്തിട്ട് ഒരു ചോദ്യം ചോദിച്ചു, പാതിരാത്രി കടന്നു വരുന്നവരാരാണ് എന്ന് ചോദിച്ചു. അതിന്റെ അർത്ഥം ആരാ പാതിരാത്രി വരിക എന്ന് മഹാനായ മൗലവറുകൾ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഖൽബിന്റെ ഉള്ളിലേക്ക് ആഴത്തിൽ നോക്കാൻ കഴിവുള്ള ഇൽഹാമിന്റെയും കശ്ഫിന്റെയും അനുഭവങ്ങളുള്ള മഹാനായ മൗലവറുകൾ. അള്ളാഹു അവരുടെ ആഖിറം സ്വർഗമാക്കി കൊടുക്കുകയും അവരോടൊപ്പം ഒത്തുചേരാനുള്ള ഭാഗ്യം നമുക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു നീണ്ട ചരിത്രമാണ്, ഞാൻ പറയുന്നില്ല. ആ ചരിത്രം മുഴുവൻ പറയുമ്പോൾ ചില ആളുകൾക്ക് വിഷമം തോന്നും. അസമയത്തോ നബിയെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞു, സിദ്ദീഖ് എന്നവരെ, ഉരീദുക ഫീ അംർ, എനിക്ക് നിങ്ങളോട് സ്വകാര്യം പറയാനുണ്ട്. സിദ്ദീഖ് എന്നവരെ, ഒരു സ്വകാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഉരീദുക ഫീ അംർ, നബി തങ്ങളെ വീട്ടിലേക്ക് കടന്നോളൂ നബിയെ, എന്റെ വീട് നിങ്ങളുടെ വീടാണ്, കടന്നോളൂ നബിയെ വീട്ടിലേക്ക്. നബി തങ്ങൾ പറഞ്ഞു, അല്ല സിദ്ദീഖേ, നിങ്ങൾ എന്ത് ചെയ്യാ, ഇങ്ങോട്ട് പുറത്തേക്ക് വരും, എനിക്കൊരു സ്വകാര്യം നിങ്ങളോട് പറയാനുണ്ട്. വീട്ടിനകത്താകുമ്പോ പലരും അത് കേൾക്കൂലേ, എനിക്കൊരു സ്വകാര്യം പറയാനുണ്ട്, നിങ്ങളിങ്ങ് പുറത്തു വരും. അന്നേരം മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, ഹും അഹ്ലുക യാ റസൂലല്ലാഹ്, നബിയേ ഇത് അങ്ങയുടെ കുടുംബമല്ലേ നബിയേ, ഇത് അങ്ങയുടെ കുടുംബമല്ലേ നബിയേ. അന്ന് ആയിഷ ബീവിയെ നബി തങ്ങളെ കല്യാണം കഴിച്ചിട്ടില്ല, നമ്മൾ ആലോചിക്കണം. ഹും അഹ്ലുക യാ റസൂലല്ലാഹ്, എന്റെ ഭാര്യയും എന്റെ മക്കളും എന്റെ കുടുംബവും അങ്ങയുടെ കുടുംബം പോലെ തന്നെ അല്ലേ നബിയേ. അങ്ങ് ഞങ്ങളുടെ വാപ്പയും അങ്ങയുടെ ഭാര്യമാർ ഞങ്ങളുടെ ഉമ്മമാരുമല്ലേ നബിയേ. ഹും അഹ്ലുക യാ റസൂലല്ലാഹ്, എന്ത് സ്വകാര്യവും ഈ വീട്ടിൽ പറയാമല്ലോ നബിയെ, അങ്ങയുടെ വീട്ടുകാരത് പുറത്തു വിടൂലല്ലോ, ഇത് അങ്ങയുടെ വീടല്ലേ നബിയെ, കടന്നു വന്നോളൂ. അവിടെ ആരാണുള്ളത്? ചെറുപ്പക്കാരിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയാണുള്ളത്, ആയിഷ ബീവിയാണുള്ളത്. ആയിഷ ബീവിയാണ് വീട്ടിലുള്ളത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്തെങ്കിലും ഹബീബ് പറയുന്ന സ്വകാര്യം കേൾക്കുകയും അത് പരസ്യപ്പെടുത്തുകയും ചെയ്യുമെന്ന് നബിയെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്റെ ആയിഷ ബീവി അത് ചെയ്യില്ല നബിയെ. എന്റെ മക്കളെ ഞാൻ വളർത്തിക്കൊണ്ടുവന്നത് അങ്ങനെയാണ്. എന്റെ മക്കളിലൂടെ ഒരു പ്രയാസവും അങ്ങേക്ക് വരില്ല നബിയെ. അതുകൊണ്ട് അകത്തേക്ക് വന്നോളൂ നബിയെ, സ്വകാര്യം എവിടെന്ന് പറയാം.
അതാണ് തർബിയത്ത് കിട്ടിയ വീടിന്റെ അവസ്ഥ. അതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തർബിയത്ത് ചെയ്തു കൊണ്ടുവന്ന ഹബീബിന്റെ തസ്കിയത്ത് കിട്ടിയ ഒരു കുടുംബത്തിന്റെ ഉള്ളിൽ ആ വീട്ടുകാർ രഹസ്യം സൂക്ഷിക്കുന്നവരാണ്, ആ വീട്ടുകാർ സംസ്കാരമുള്ളവരാണ്. ആ വീട്ടുകാരിൽ നിന്ന് നാട്ടുകാർക്കോ മറ്റോ അരുതാത്തതും കേൾക്കാൻ ഇഷ്ടപ്പെടാത്തതും കേൾക്കേണ്ടി വരികയില്ല, കാണേണ്ടി വരികയില്ല. അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന വീടാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്. അവിടെ കയറി ചെന്നപ്പോഴാണ് സിദ്ദീഖ് എന്നവരെ ഇന്നഹു ഉദിന ലീ ഫിൽ ഹിജ്റ, എനിക്ക് ഹിജ്റ ചെയ്യാൻ അല്ലാഹു തആല അനുമതി നൽകിയിട്ടുണ്ട് സിദ്ദീഖേ, നമുക്ക് പോകാം മദീനയിലേക്ക് പോകാം. ആ മദീനയിലേക്കുള്ള യാത്ര വളരെ ഒരു ഹിഡൻ, എന്താ പറയാ, അള്ളാഹുവിന്റെ ഒരു തീരുമാനം, നിബിതങ്ങൾ നടത്തുന്ന ഒരു മിഷൻ. ശത്രുക്കൾ അറിഞ്ഞു പോയാൽ ജീവൻ അപകടത്തിലാണ്. എന്നിട്ട് പോലും ജീവൻ പോലും നഷ്ടപ്പെടുമാർ ഗൗരവമുള്ള ഒരു വിഷയമാണ് സ്വന്തം വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂലിന് പറയേണ്ടി വന്നത്. എന്നാൽ ആ വീട്ടിനുള്ളിലെ ആളുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വകാര്യം പരസ്യപ്പെടുത്തുന്നവരല്ല, നിബിതങ്ങളെ വേദനിപ്പിക്കുന്നവരല്ല. അള്ളാഹുവിന്റെ ഹബീബിന് ഇഷ്ടപ്പെടാത്തത് അവരാരും പറയുക പോലുമില്ലല്ലോ. അതുകൊണ്ട് ഹും അഹ്ലുക യാ റസൂലല്ലാഹ്, നബിയേ ഇതങ്ങയുടെ വീട് തന്നെയല്ലേ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നമ്മുടെ വീടിനെ പറ്റി നമുക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? ഹബീബ് നമ്മുടെ വീട്ടിലേക്ക് വരികയാണെന്നൊന്ന് സങ്കല്പിച്ചു നോക്കൂ, ഒന്ന് സങ്കല്പിക്കുക. ആ പരിശുദ്ധമായ പൂമുഖം, ആ പരിശുദ്ധമായ പൂനിലാവുള്ള മുഖം, ചന്ദ്രനേക്കാളും മറ്റേതിനേക്കാളും ശോഭയുള്ള ഹബീബ്, അജ്മലു ഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും സൗന്ദര്യമുണ്ടായിരുന്ന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരത്യാവശ്യ സ്വകാര്യ വിഷയം നമ്മുടെ വീട്ടിലേക്ക് വന്ന് പറയാൻ ഹബീബ് കടന്നു വരുന്നു എന്ന് സങ്കല്പിച്ചാൽ, ഹബീബ് കടന്നു വരാൻ ഇഷ്ടപ്പെടുന്ന വീടായിരിക്കുമോ നമ്മുടെ വീട്? നബിതങ്ങൾ വരുമ്പോ ഹബീബിന് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും ആ വീട്ടിൽ കയറി വരുമ്പോ കാണേണ്ടി വരുമോ? ഹബീബ് പാടില്ല എന്ന് പറഞ്ഞത് എന്തെങ്കിലും അവിടെ തൂങ്ങിക്കിടക്കുന്നുണ്ടോ? ഹബീബ് നിങ്ങൾ വീട്ടിനകത്തേക്ക് കൊണ്ടുവരല്ലേ എന്ന് പറഞ്ഞത് എന്തെങ്കിലും അവിടെ മൂടി വെച്ചിട്ടോ അല്ലാതെയോ കിടക്കുന്നുണ്ടോ? ഹബീബിന് ഇഷ്ടപ്പെടുന്ന ആളുകളാണോ വീട്ടിലെ മെമ്പർമാർ? നബിയേ ഇത് അങ്ങയുടെ വീട്ടുകാരെ പോലെ എന്ന് കരുതിയാൽ പോരെ നബിയേ എന്ന് പറയാൻ സിദ്ദീഖ് തങ്ങൾ ധൈര്യപ്പെട്ട പോലെ ഒരു മുസ്ലിം വീട്ടിൽ നിന്ന് ധൈര്യപ്പെടാൻ കഴിയുമോ? അവിടെയാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, സലാമത്തുർ റജുലി ഫിൽ ഫിത്ന അൻ യൽസമ ബൈതഹ. സലാമത്തുർ റജുലി ഫിൽ ഫിത്ന, ഫിത്നകൾ ഉണ്ടാകുന്ന കാലം, മനുഷ്യന്റെ ഈമാനിനെ തുളച്ചു കയറുന്ന വിഷയങ്ങൾ ചുറ്റുപാടുകളിൽ നടക്കുന്ന കാലം, മനുഷ്യന്റെ മനസ്സിൽ കിടക്കുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം ഏതെങ്കിലും ഒരു തെരുവ് പ്രസംഗം കേൾക്കുമ്പോഴേക്കും, ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരന്റെ, ഏതെങ്കിലും ഒരു പ്രസ്ഥാനക്കാരന്റെ, ഏതെങ്കിലും ഒരു പാർട്ടിക്കാരന്റെ ഏതെങ്കിലും ഒരു കമന്റ് കേൾക്കുമ്പോഴേക്കും പടച്ച തമ്പുരാനിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന വിധം നിരീശ്വരവാദം പഠിപ്പിക്കുന്ന പോലെ മനസ്സിനുള്ളിലേക്ക് തിന്മകളെ സംബന്ധിച്ച് ചിന്തിപ്പിക്കുന്ന ചിത്രങ്ങൾ, ചിന്തകളിൽ മാലിന്യം വിതറുന്ന പരസ്യങ്ങൾ, ചിന്തകളെ മലീമസമാക്കിക്കൊണ്ടിരിക്കുന്ന പ്രസിദ്ധീകരണങ്ങൾ, ഈ രീതിയിൽ ചുറ്റുപാടുകൾ മലിനമാകുന്ന സമയത്ത് സലാമത്തുർ റജുലി ഫിൽ ഫിത്ന, ഫിത്നകൾ ഉണ്ടാകുന്ന കാലം ഒരു മനുഷ്യന്റെ രക്ഷ അയ്യൽസമ ബൈത, ഒരു മനുഷ്യൻ സ്വന്തം വീട്ടിനുള്ളിൽ ഒതുങ്ങിയിരിക്കലാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാലം ഇനി വിദൂരമാണോ? സലാമത്തുർ റജുൽ, ഒരു മനുഷ്യന്റെ സുരക്ഷ. വീട്ടിലിറങ്ങിയാൽ പ്രശ്നമാണ്. വീടിനകത്തേക്ക് പുറം ലോകം ഡയറക്റ്റ് ഇടപെടുന്ന സംവിധാനങ്ങൾ നമ്മുടെ വീടുകൾക്കുള്ളിൽ ആസന്നമായ കാലം. നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെ എത്രയോ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ, മാഷാ അല്ലാഹ്,
അല്ലാഹുവർക്കൊക്കെ സൽക്കർമ്മത്തിന്റെ പ്രതിഫലം നൽകട്ടെ. നന്മകൾ കേൾക്കുകയും അറിയുകയും ചെയ്തതിന്റെ കൂലി, ദഅവത്ത് ചെയ്തു കൊടുക്കുന്നതിന്റെ കൂലി എമ്പാടും അല്ലാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു വശത്ത് അങ്ങനെ, തൊട്ടിപ്പുറത്ത് അതേ മീഡിയം, അതേ സംവിധാനം, ആ സംവിധാനം ഉപയോഗിച്ച് തിന്മകൾക്ക് വേണ്ടി ഉപയോഗം നടക്കുകയും തിന്മകളിലേക്ക് പെൺകുട്ടികളെയും ആൺകുട്ടികളെയും പ്രലോഭിപ്പിക്കുവാനുള്ള ദുഷിച്ച ചിന്തകളുമായ ആളുകൾ ഈ മീഡിയം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോ സലാമത്തുർ റജുൽ, ഒരു മനുഷ്യന്റെ സുരക്ഷ കിടക്കുന്ന എവിടെയാണ്? സ്വന്തം വീട്ടിനുള്ളിൽ കയറിയിരിക്കുമ്പോഴോ വീടിനുള്ളിൽ അടങ്ങി ഒതുങ്ങി നിൽക്കലാണ്, പുറത്തിറങ്ങാതെ നിൽക്കലാണ് ഒരു മനുഷ്യന്റെ രക്ഷയുടെ വീട് എന്ന്, രക്ഷയുടെ മാർഗമെന്ന് ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ വീട്ടിനുള്ളിൽ തന്നെ വീട്ടിനുള്ളിലാണ് മനുഷ്യന്റെ സമാധാനം എന്ന് പറഞ്ഞപ്പോ ആ വീട് പോലും സമാധാനം നഷ്ടപ്പെടുത്തുന്നതായി മാറുകയാണെങ്കിൽ പിന്നെ മനുഷ്യൻ എവിടേക്കാണ് പോവേണ്ടത്? എവിടേക്ക് പോകും? വീട്ടിനുള്ളിൽ തിന്മ നടക്കുകയാണെങ്കിൽ. വീടുകൾ ഒരു 5 സ്റ്റാർ ഹോട്ടൽ പോലെ കാണാനുള്ളതല്ല, വീടുകൾ കേവല റെസ്റ്റോറന്റുകളെ പോലെ ഗണിക്കാനുള്ളതല്ല. വരുന്നു, ഉമ്മ ഭക്ഷണമുണ്ടോ? കഴിച്ചു, പിന്നെ ഇറങ്ങി ഓടാൻ, പിന്നെ വരുന്നു കിടന്നുറങ്ങാൻ. ഒരു ഹോട്ടൽ ബുക്ക് ചെയ്താൽ പിന്നെ അങ്ങനെയായിരിക്കും. ഒരാൾ ഒരു രാജ്യം സന്ദർശിക്കാൻ പോകുന്നു, റൂമിൽ ലഗേജ് ഒക്കെ വെക്കുന്നു, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, പുറത്തു പോകുന്നു, രാത്രി വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, രാവിലെ എഴുന്നേറ്റ് പോയി. ഇതാണോ വീട്? അതിനാണോ ബൈത്ത് എന്ന് പറയാ? സമാധാനം കിട്ടുന്ന ഇടമാണ്, മസ്കനാണ്. സുക്കൂൻ, ഹൃദയത്തിന് സമാധാനം വരുന്ന ഇടത്തിനാണ് മസ്കൻ എന്ന് പറയാ. ഒരു വീടിന് അറബിയിൽ പറയുന്ന പേരതാണ് മസ്കൻ, സമാധാനം കിട്ടുന്ന സ്ഥലം. ആ വീട്ടിനുള്ളിൽ സമാധാനം ലഭിക്കുന്നുണ്ടോ? വീട്ടിനുള്ളിൽ അല്ലാഹു സമാധാനം നൽകുന്നുണ്ടോ? സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. നിങ്ങളുടെ വീടുകളിൽ അല്ലാഹു നിങ്ങൾക്ക് സമാധാനം നൽകിയിട്ടുണ്ടല്ലോ, ആശ്വാസം നൽകിയിട്ടുണ്ടല്ലോ. അതൊരു അത്ഭുതമാണല്ലേ? എത്ര ചെറിയ വീടാണെങ്കിലും സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങിയാലേ എനിക്ക് ഉറക്കം വരൂ എന്ന് പറയുന്ന എത്ര ആളുകളുണ്ട്. എത്ര സൗകര്യമല്ലേ, എനിക്ക് എൻ്റെ വീട്ടിലെ ടോയ്ലറ്റിൽ തന്നെ പോയാലേ എനിക്ക് റാഹത്താവുള്ളൂ. അങ്ങനെ പറയുന്ന എത്ര ആൾക്കാരുണ്ട്. രാവിലെ വല്ല കോഴിക്കോടോ മംഗലാപുരോ പോയിട്ട് തിരിച്ചു വരിക, ഒരു ബാത്റൂം എനിക്ക് വസ്വാസം കൊണ്ട് കയറാൻ പറ്റൂല, എനിക്ക് എൻ്റെ വരിക്ക് തന്നെ എത്തണം എന്ന് പറയുന്ന എത്ര. എന്തേ? ആ വീട് സൗകര്യം ഉണ്ടായിട്ടല്ല, അവിടെ ജഅലമിൻ ബുയൂതികും സകന, നിങ്ങൾക്കൊരാശ്വാസം നിങ്ങളുടെ വീടുകളിൽ അല്ലാഹു നൽകുന്നുണ്ട്. ഇതൊരു വലിയ അനുഗ്രഹമല്ലേ? എൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ, ഞാൻ ജനിച്ച വീട്, ഞാൻ ആദ്യ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയ കാലത്ത് താമസിച്ച വീട്, എൻ്റെ ചെറുപ്പകാലത്തെ വീട്, ഇതെൻ്റെ തറവാട് എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യന് തോന്നുന്ന ഒരു അഭിമാനവും ഒരു ആശ്വാസവും, ഇതിനെയാണ് ഖുർആൻ ഇടപെടുന്നത്. അല്ലാഹു പറയാൻ, ആ ആശ്വാസം ആര് തന്നു? വല്ലാഹ്, അല്ലാഹുവാണ്, അല്ലാഹുവാണ്. ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. എൻ്റെ വീടെന്ന് പറയുമ്പോ, ഞാൻ താമസിച്ച വീടെന്ന് പറയുമ്പോ അതിലൂടെ ഒരു സമാധാനം നിങ്ങൾക്ക് തന്നത് മറ്റാരുമല്ല, അല്ലാഹുവാണ്. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. അതുകൊണ്ട് വീട് സക്കൻ കിട്ടുന്ന ഇടമാവണം, ആശ്വാസം കിട്ടുന്ന ഇടമാവണം, ഇറങ്ങി ഓടുന്ന സ്ഥലമല്ല. അതുകൊണ്ടാണ് ചെറുപ്പക്കാരൊക്കെ പാതിരാത്രി, +2 പഠിക്കുകയാണെങ്കിലും ചിലപ്പോൾ ഒരു 11 മണിക്കൊക്കെ എത്തും. ഡിഗ്രി ആണെങ്കിൽ അതൊരു 12-1 ആവും. പിന്നെ അവിടെ നിന്നും വിട്ടാൽ പിന്നെ പുലർച്ചെ 3 മണിക്കാ വരവ്. പ്രായം കൂടുന്തോറും ലേറ്റായിട്ട് വരും. പിന്നെ ഉമ്മ പറയും, മോനെ ഉമ്മാനെ വിളിക്കണ്ട, ചോറോടെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് കഴിച്ചോ. ഫോൺ വല്ല ബ്രോസ്റ്റൊക്കെ അടിച്ചിട്ട് വരികയായിരിക്കും. അവനിപ്പോൾ ചോറിൻ്റെ തന്നെ ആവശ്യം ഉണ്ടാവില്ല. എവിടേക്കോ പോയി എവിടേക്കോ കറങ്ങിയിട്ട് കയറി വന്ന് കിടന്നുറങ്ങുക. അവന് സുബഹില്ലാന്ന് ഉറപ്പാണ്. പിന്നെ ദുഹാൻസ്കാരം പറയേണ്ട, ദുഹർ കിട്ടുമോ അല്ലാഹു ആലം. ഇങ്ങനെയൊക്കെ നമുക്കെന്തേ വീടുകളിൽ നിന്ന് ഇറങ്ങി ഓടാൻ തോന്നുന്നു? എന്തേ നമ്മുടെ വീടുകൾക്കുള്ളിൽ സഖനില്ലാതെ പോയത്? അതുകൊണ്ടാണ് സമാധാനവും നന്മയും വിളയുന്ന വീട്. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ
وعلى آل سيدنا محمد وبارك وسلم عليه. مثل البيت الذي يذكر الله فيه والذي لا يذكر الله فيه كمثل الحي والميت. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഏതൊരു വീട്ടിൽ അല്ലാഹുവിനെ ഓർക്കപ്പെടുന്നുണ്ടോ ആ വീട്ടിലിട്ടോ, വീട്ടിൽ അല്ലാഹുവിനെ ഓർക്കുന്നുണ്ടോ, ദിക്റുണ്ടോ, ഖുർആനുണ്ടോ, അവിടെ മൗലിദ് പാരായണങ്ങൾ, മഹാന്മാരുടെ ആ ഒരു ചര്യകളിലൂടെ ദിക്ർ പാരായണങ്ങൾ, നമ്മുടെ ഹദ്ദാദ് റാത്തീബൊക്കെ ചൊല്ലുക എന്ന് പറഞ്ഞ ഹദീസുകളിൽ വാരിദായ വളരെ പ്രഗത്ഭമായ വളരെ അത്യാവശ്യമായ ദിക്റുകളാണ്. അതൊക്കെ പതിവാക്കി പോന്നിരുന്ന ഒരു സുഹൃത്ത് പറഞ്ഞു, 5 വയസ്സുള്ളപ്പോൾ എൻ്റെ ഉപ്പയിൽ നിന്ന് ഞാൻ ഹദ്ദാദ് റാത്തീബ് ഓതി പഠിച്ചു. ഇന്നലെ ഒരു സുഹൃത്ത് പറഞ്ഞു, എനിക്ക് ആൾ ഓർമ്മയില്ല, അബുദാബിയിൽ നിന്ന്, എൻ്റെ ഉപ്പ ചെറുപ്പത്തിൽ ഞങ്ങൾ വളരെ കഷ്ടപ്പാടിലായിരുന്നു, ഉപ്പ ഇങ്ങനെ ഹദ്ദാദ് റാത്തീബ് എന്നും വീട്ടിൽ നിന്ന് ചൊല്ലും, 5 വയസ്സുള്ളപ്പോൾ ഞാനത് കാണാതെ പഠിച്ചു എന്ന് പറഞ്ഞു. ആരെ പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മയില്ല. അള്ളാഹു ഉപ്പാക്കും നീ പുറത്തു കൊടുക്കണേ പടച്ചോനെ. എന്തൊരു നല്ല മെസ്സേജാണത്, നല്ലൊരു മെസ്സേജ്. 5 വയസ്സുള്ളപ്പോൾ എൻ്റെ വീട് അങ്ങനെയായിരുന്നു. സുബ്ഹാനല്ലാഹ്. മസലുൽ ബൈത്തില്ലദീ യുദ്കറുല്ലാഹു ഫീഹി, അല്ലാഹുവിനെ സംബന്ധിച്ച് ദിക്ർ ചൊല്ലപ്പെടുന്ന ഒരു വീട്. നിങ്ങൾക്ക് സമാധാനം നൽകിയത് അല്ലാഹുവാണ്, വീട് തന്നത് അല്ലാഹുവാണ്. അപ്പം ദ്വാരക്കാണ്, വീട് പണിയൊക്കെ തുടങ്ങാൻ നിൽക്കുന്നവർക്ക് അല്ലാഹുവേ നീ എളുപ്പമാക്കി കൊടുക്കണമേ, തുടങ്ങിയവർക്കത് പൂർത്തിയാക്കി കൊടുക്കണമേ, പൂർത്തിയായി കഴിഞ്ഞവർക്കതിൽ ബറക്കത്ത് നൽകണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇപ്പം എല്ലാവരും വീട്ടിലെ ലോൺ എടുത്തിട്ടൊന്നും ചെയ്യല്ലേ, പലിശ കൊണ്ടൊന്നും ചെയ്യല്ലേ, അത്രേ ഉള്ളൂ. അള്ളാഹുവിൻ്റെ നിഅമത്ത് വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണ്ട, എടുത്തു ചാടിയിട്ട് ഹറാമിലേക്ക് പോവല്ലേ, ഒന്ന് കാത്തിരുന്നാൽ ശരിയാവും. അള്ളാഹു 1-2 കൊല്ലം കൊണ്ട് തീർക്കണതിപ്പോൾ ആരെങ്കിലും അല്ലെങ്കിൽ അതിനെ പിടിച്ച് കൊല്ലുമെന്ന് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. നാട്ടുകാരെ ഞെട്ടിക്കാനല്ലേ ഇപ്പോൾ 2 കൊല്ലം കൊണ്ടൊക്കെ തീർക്കണത്. അവനാണ്ട് സൗകര്യം തീർത്താൽ പോരെ. അള്ളാഹു പൈസ തരും, ഒരു റൂം തേച്ചു, അടുത്ത പൈസ ഇട്ടും ആ റൂമൊന്ന് അടിക്കൊന്ന് ഉഷാറാക്കി, ഇങ്ങനെ മെല്ലെ മെല്ലെ ചെയ്താൽ പോരെ. ഹലാല് കൊണ്ട് ചെയ്യാൻ പറ്റും, പക്ഷേ ഞെട്ടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാണ്, വളരെ പെട്ട 1 കൊല്ലം 6 മാസം കൊണ്ട് പെരപ്പണി തീർത്തു. ഇവിടെ മുഴുവൻ കാടായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഇങ്ങനെ ഒന്നും ആരും ഞെട്ടണില്ല, നമുക്കൊക്കെ അറിയാം. വെറുതെ ഞെട്ടിക്കണ്ട, ആൾക്കാർ ഞെട്ടൂല, ആൾക്കാരത് കടം വാങ്ങി കുടുങ്ങി കിടക്കുകയാണ്. ഈ കുടിരിക്കൽ കഴിഞ്ഞിട്ട് നാട്ടുകാരെ പറഞ്ഞാൽ വല്ല റാഹത്തും ഉണ്ടോ? ഇപ്പോൾ വല്ല കുത്തി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാക്കാരെ ഇറങ്ങിയ വീട്ടിൽ നിന്ന്, പിന്നെ മുഴുവൻ കടാട്ടോ എന്ന് പറയും. എന്താ പിന്നെ നമ്മുടെ കാര്യം? അവനാൻ്റെ ആഫിയത്തിന് കഴിയുന്നത് നാട്ടുകാരെ ഞെട്ടിക്കാണ്ട് അവനാൻ്റെ കഴിവിനനുസരിച്ച് ഹലാല് കൊണ്ട് പൂർത്തിയാകാം അല്ലേ. പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ഹറാമിലേക്ക് പോകും, പെട്ടെന്ന് പൈസ കിട്ടാൻ പലിശ അതൊക്കെ എടുത്തിട്ട് ചെയ്യും. അങ്ങനെ ചെയ്യല്ലേ. മസലുൽ ബൈത്തില്ലദീ യുദ്കറുല്ലാഹു ഫീഹി, അല്ലാഹുവിനെ സ്രഷ്ടാവായ പടച്ചവനെ ആരാണോ വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന, നിങ്ങളുടെ വീടുകളിൽ സമാധാനം നൽകിയവൻ അല്ലാഹു അല്ലയോ, ആ റബ്ബിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന വീട്. അതിന്റെ ഉദാഹരണം അല്ലാഹുവിനെ ഓർക്കാതിരിക്കുന്ന വീട്, അതിന്റെയും ഉദാഹരണം കമസലിൽ ഹയ്യി വൽ മയ്യിത്തി, ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ പോലും ശവമായി കിടക്കുന്ന മനുഷ്യനെ പോലെയുമാണത്രേ. അള്ളാഹുവിനെ ഓർക്കുന്ന വീട് ജീവനുള്ള ഒരാളെ പോലെയും, അള്ളാഹുവിനെ ഓർക്കാത്ത വീട് ഒരു ശവമായി കിടക്കുന്ന വീടാണെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. അപ്പൊ നമുക്കിതിൽ ഏത് വേണം? ശവമായി കിടക്കുന്ന വീട് വേണോ, ജീവിച്ചിരിക്കുന്നത് വേണോ? ജീവിച്ചിരിക്കുന്നത് വേണം അല്ലേ. ഹയ്യ്, ജീവിച്ചിരിക്കുന്നത്. യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ, എല്ലാറ്റിനെയും പരിപാലിക്കുന്നവനെ അല്ലാഹുവേ. യാ ഹയ്യു യാ ഖയ്യൂം. അതുകൊണ്ട് നമ്മുടെ വീടുകൾ ഹയ്യായ ജീവനുള്ളതിനെ പോലെ, മരിച്ചതിനെ പോലെയല്ല, ജീവിച്ചിരിക്കുന്നതിനെ പോലെ സജീവമായൊരു വീടായിരിക്കാൻ നാം ചെയ്യേണ്ട ഒന്നാമത്തെ പണി, അവിടെ അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർക്കപ്പെടണം, അള്ളാഹുവിനെ പറ്റി ചിന്തകൾ വരണം, അള്ളാഹുവിനെ പറ്റി പറയുന്നത് അവിടെ കേൾക്കണം, അവിടെ ദിക്റുകൾ നടക്കണം, സുന്നത്ത് നിസ്കാരങ്ങൾ നടക്കണം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സുന്നത്തുകൾ, വീടുകൾ നിസ്കരിക്കൽ വളരെ പുണ്യമാണ്. വീടുകളിൽ സുന്നത്ത് നിസ്കരിക്കുക, ഫർദിനെ പള്ളിയിലേക്ക് പോവുക, സുന്നത്ത് വീടുകളിൽ വലിയ പുണ്യമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലാഹു നമ്മുടെ വീടുകൾ ജീവനുള്ള വീടാക്കി തരട്ടെ.